ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ കഴിക്കാനായിട്ട് പച്ചരി വെച്ചിട്ട് ഒരു ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ചിക്കൻ വറുത്തതുണ്ട് കൂടെ തന്നെ നമുക്ക്. അപ്പോൾ ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചിയും ഒക്കെ കുത്തിയിട്ട് ക്യാരറ്റും തക്കാളിയും എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് റേഷൻ കടയിലെ പച്ചരി വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഹൈസിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓൻ ഓരോ കളി കളിക്കണം അവിടെ നിന്നിട്ട്. രണ്ടിനും പിടിച്ചിക്കാട് എന്നോട് പറയണ അക്കാപ്പൊക്കെ ഏതിയില്ല, അത് ഒന്നിന് പിടിച്ചാൽ പാടുള്ളൂ കേട്ടാ. ഒന്നിൽ പിടിച്ചിട്ട് ഉമ്മാനോട് ചോദിക്ക്. ഇങ്ങനെ കാണാൻ പാടിയ, കണ്ട അമ്മക്ക് മനസ്സിലാവില്ല ഇതിലാണുള്ളത്, ഒന്നും കാണാൻ പാടിയ കേട്ടാ. ഞാൻ കാണാതാണ് തിരിഞ്ഞ് നിന്നാണ്ട് പിടിച്ച് ഏതെങ്കിലും ഒരു കയ്യിൽ. ഞാൻ കണ്ടാ ഞാൻ പറയില്ല അതിലാണെന്ന്. അതജ് അതിൽ ജാക്കണൊക്കെ ഞാൻ കാണി, എടുത്തിടണൊക്കെ ഞാൻ കാണാൻ പാടിയടാ. ഏതിലാണോ? ഇതിലേ അല്ലേ? അതിലേനോ? ഇതിലേ വെച്ച് ജയിച്ചേ. ഇതില് ഈ കണ്ണ് ഇതില് സംഭവം അക്കം ഏതില്ല ചോദിക്കൽ മാത്രം എനിക്കറിയുള്ളൂ. അത് എങ്ങനെ പിടിക്കണ്ടെന്നൊന്നും കാണാതെ പിടിക്കണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓൻ്റെ ബസ്സൊക്കെ വന്ന് ഓനങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയി. ഞാൻ തിരിച്ചിതാ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഇതാ ചോറും കറിയും എല്ലാം ഉണ്ടാക്കുന്ന പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ ഇട്ട്, വേഗം വേണ ചോറല്ലേ അതൊക്കെ ഇട്ട്, അങ്ങനെ അതൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി കൂട്ടാനും ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കാണ് ഉമ്മ. അപ്പോൾ ചിക്കൻ കുറച്ചുണ്ട്, അത് വെച്ചിട്ട് വേഗം കുക്കറിൽ ഒരു കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കുക്കറിൽ അങ്ങനെ അത് വെച്ച് കറിയൊക്കെ ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഉണ്ടാക്കാൻ പോണത് എന്ന് പറഞ്ഞാൽ പപ്പടം പൊരിക്കാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കൊണ്ടാട്ട മുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കൊണ്ടാട്ട മുളകാണ് കേട്ടോ. അപ്പോൾ അതൊരു 3 പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട്, അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രമായിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. കൂടെ തന്നെ ഇവിടെ ഒരാൾ ഇതാ പാത്രമൊക്കെ കഴുകി ഇവിടെയൊക്കെ തുടച്ച് ക്ലീനാക്കി എടുക്കണമുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയാളം അങ്ങോട്ട് ഏറ്റെടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ. പിന്നെ കറിയാളായിട്ട് വലിയ കറിയാളൊന്നും അല്ല ഉണ്ടാക്കുന്നത്, കുഞ്ഞുങ്ങത്തെ ഓരോ സംഭവങ്ങളാണ്. അപ്പോൾ പപ്പടം പൊരിച്ചതും ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് കഴിക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. കൂടെ ഞാൻ കുറച്ച് ഇതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൂ കേട്ടോ, കൊണ്ടാട്ടമുളക് പൊരിച്ചതും. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ പഴയ കൂട്ടുകാരിൽ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേഗം തന്നെ ചെയ്യുക. പിന്നെ അതേപോലെ ലൈക്ക് തരാനും കമൻറ്റ് തരാനും ഒന്നും മറക്കരുത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ഒരു കുപ്പിവെള്ളം ഉണ്ടല്ലോ, ഇതിൻ്റെ ഓറഞ്ച് കളറുള്ളത് മറ്റേ കയ്യിലുണ്ട് കേട്ടോ. ഓറഞ്ച് കളറുള്ളത് മുഴുവൻ പൊട്ടി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആകെ 2-3 ബാക്കിയുള്ളൂ. പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോയിട്ട് എപ്രാവശ്യത്തത്. പക്ഷേ ഈ പച്ച കളറ് അങ്ങനെ പൊട്ടിയിട്ടുമില്ല, അതാണ്. പിന്നെ പച്ച ഞാൻ ഊരി വെച്ചിട്ട് ഇനി എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പൊട്ടി നിരത്തിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ഏതായാലും കാടാമ്പുഴ പോകുമ്പോൾ കുറച്ച് കുപ്പിവെള്ളം കൂടെ വാങ്ങണം കേട്ടോ. കുറച്ച് നല്ല വേറൊരു കളറ്, ഇതുവരെ നമ്മൾ ഇടാത്തൊരു കളറും കൂടെ വാങ്ങിക്കണം എന്നുണ്ട്. ഇൻഷാ അള്ളാ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ നമുക്ക് പോയിട്ട് വാങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാനിതാ കൊണ്ടാട്ടമുളക് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ എരിവാണ് കേട്ടോ ഇതിന്. പക്ഷേ ഈ ചോറിൻ്റെ കൂടെയൊക്കെ അങ്ങനെ കടിച്ച് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ പാക്കറ്റിൽ വരുമല്ലോ, അത് വാങ്ങിച്ചിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണോണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എന്നും കാണുന്നതുകൊണ്ട് തന്നെ ഇപ്പം അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. മറ്റേത് വല്ലപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം കണ്ട് ആ കൊണ്ടാട്ടമുളക് എന്ന് പറയുമ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ 3 മതി. ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ വല്ലാതെ ഇല്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഇതാ പപ്പടും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അവിടെ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് വന്ന് ഞാൻ പറഞ്ഞില്ല പണിക്കാരുണ്ടെന്ന് ഒരു ദിവസത്തെ വീഡിയോയിൽ. അങ്ങനെ ഇത് അവിടെയൊക്കെ വാർത്ത് ഒരു സ്റ്റെപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വൈതനങ്ങൊക്കെ കണ്ട വെണ്ണീർ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ഞാൻ എല്ലാത്തിനും കുഞ്ഞായിട്ട് ഉണ്ടായി വരണേ ഉള്ളൂ. ഇനിയിപ്പോൾ വലിയതാവണം, കായ്ക്കണം, എന്തൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ വളമായിട്ട് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കുറേ ചപ്പും ചവറും അതേപോലെ തന്നെ അടുപ്പിൽ നിന്ന് വാരുന്ന വെണ്ണൂറൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണുണ്ട്. അവനെ കാണുമ്പോൾ ഒരു പേടിയാണെന്നുണ്ടെങ്കിലും ആൾ ഭയങ്കര സാധുവാണ് കേട്ടോ, പച്ച പാവാണ്. അങ്ങനെ കറിയൊക്കെ വെന്തു. പിന്നെ അതിലേക്ക് എന്തൊക്കെയോ കുറവുണ്ട് എന്ന്
പറഞ്ഞിട്ട് കുക്കറിൽ ഇട്ട് അടുപ്പിച്ച് കേട്ടോ. സംഭവം ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഫുഡിന് കുറ്റം പറയാൻ പറ്റൂല, എന്നാലും പറയാണ്, കറി ആയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് എണ്ണയിൽ വറുത്തിട്ട് അങ്ങനെ ഇട്ടെടുത്തേക്കാണ്. അങ്ങനെ ഉച്ചക്കത്തെ ചോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വൈകിട്ടായപ്പോൾ ഞാൻ ഹൈസീനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ മറ്റാളും കൂടിയിട്ടുണ്ട്. ഓനിതാ ഷോക്സും വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഓനെ കൊണ്ടുപോകുമ്പോൾ പിന്നെ ഓനക്ക് നടക്കണം, അട്ടെടുക്കാനൊന്നും പാടില്ല. പോണ വൈകുന്നേരം പൂവും ചെടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് തെച്ചിപ്പൂ ഉണ്ടല്ലോ, അത് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. ഹൈസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഓനക്കൊരു കഥ എടുത്തിട്ടുണ്ട് ഇന്ന്, ആ കഥ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓൻ അതിനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശക്കുണ്ട് പറഞ്ഞിട്ട് ഒരു വീട് കണ്ടുപിടിച്ചു. അപ്പൊ അതിന് കുട്ടി നോളിച്ചിനെ കണ്ടപ്പോ അതിലിപ്പോൾ കുട്ടി നിൽക്കുന്നുണ്ടാ. കുട്ടീനെ കടിച്ചുണ്ടാവേ അമ്മ പറഞ്ഞുതരാം. കൊതിയൻ ചെന്നായ. ഇതാണ് കൊതിയൻ ചെന്നായ. ഒരിക്കൽ വിശന്നു വലഞ്ഞ ഒരു ചെന്നായ ഇര തേടി ഗ്രാമത്തിലെത്തി. എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതി നടന്ന് ഒടുവിൽ അവൻ ഒരു വീടിന്റെ അകത്തു നിന്നും ഒരു കുട്ടിയുടെ നിർത്താതെയുള്ള കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. വെറുതെ കിടന്നു കരയാതെ, കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ വല്ല ചെന്നായക്കൾക്കും ഇട്ടുകൊടുക്കും. ചെന്നായ പെട്ടെന്ന് നിന്നു. എന്താണ് ഈ കേൾക്കുന്നത്? കുട്ടിയെ തനിക്ക് തരുമെന്നോ? അതു കൊള്ളാം. ചെന്നായ വേഗം ആ വീടിന്റെ ജനലിനരികിലെത്തി പതുങ്ങിയിരുന്നു. കുട്ടി നിർത്താതെ കരയുന്നുണ്ട്. ഏതു നിമിഷവും അമ്മ എറിഞ്ഞു തരും എന്ന് ആ മണ്ടൻ ചെന്നായ കരുതി. കുറെ നേരം കഴിഞ്ഞ് വീണ്ടും അമ്മ കുട്ടിയെ താരാട്ട് പാടിക്കൊണ്ട് പറയുന്നത് ചെന്നായ കേട്ടു. അമ്മയുടെ വാവ പേടിച്ചു പോയോ? വാവയെ ഒരു ചെന്നായക്കും കൊടുക്കൂല കേട്ടോ. അച്ഛൻ വന്നാൽ ഏത് ചെന്നായയെയും കൊന്നുകളയും. ചെന്നായ ഞെട്ടിപ്പോയി. ഇനി ഇവിടെ നിന്നാൽ തൻ്റെ ജീവന് അപകടത്തിലാകുമെന്ന് മനസ്സിലായി ആ കൊതിയൻ വേഗം സ്ഥലം വിട്ടു. ഇനി പറയാ ഈസിനി, എന്താണ് ഈ കഥ? പറയുവാവേ, എന്താണ് കഥ? എന്താ എനിക്ക് മനസ്സിലായത്? എന്താ മനസ്സിലായത് കുട്ടിക്ക്? ഈ ചെന്നായ കാട്ടത്തെ കുറുക്കനോ? എന്നിട്ട് കുട്ടീന്റെ സൗണ്ട് കേട്ടിട്ട് ചെന്നായിക്ക് കൊടുക്കുന്നു. ആരാ പറഞ്ഞത്? അമ്മ. എന്നിട്ട് കൊടുത്താ? കൊടുക്കോ? കുട്ടികളെ കൊടുക്കോ ചെന്നായിക്ക്? എന്താ കൊടുക്കാത്ത? പറ്റിച്ചതാണ്. അങ്ങനെ ഇന്നത്തെ കഥയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് രാത്രി കഴിക്കാനായിട്ട് ദോശയും മുട്ടക്കറിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നല്ല പോലെ അങ്ങ് ഉറങ്ങി. അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ തീർന്നു പോയിട്ടുണ്ട്. അപ്പം ഞാൻ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ.